ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത്, നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഈ ഒരു ആപ്ലിക്കേഷനിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും 400-450 രൂപ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ AC യോ സ്മാർട്ട് TV യോ ലാപ്ടോപ്പോ എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള എമൗണ്ട്, അതായത് നിങ്ങളൊരു AC വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഏകദേശം എത്ര എമൗണ്ട് വരുന്നുണ്ട്? ഒരു 30,000 റുപ്പീസിൻ്റെ, അതായത് 30,000 രൂപയുടെ ഒരു ACയുടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം 1,400 രൂപയോളം ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അത് ഫ്ലിപ്കാർട്ടിൽ. എന്നാൽ ആമസോണിൽ നിങ്ങൾക്ക് ഏകദേശം 1,550 രൂപയോളം ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ആമസോണിലേക്ക് ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന വീഡിയോയും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് അതുവഴി നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഏകദേശം 1,500 രൂപയോളം ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 10,000ൻ്റെ ഗിഫ്റ്റ് കോഡാണ് ഇതിലുള്ളത്. അത് നിങ്ങളൊരു 3 വട്ടം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,500 രൂപ ലഭിക്കും. എന്നിട്ട് ഈ ഒരു എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ആകെ ചിലവാകുന്നത് എത്രയാണോ? 3,000 രൂപ. എന്നിട്ട് നിങ്ങൾക്ക് 1,500 ഫ്രീ ആയിട്ട് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എമൗണ്ട് ലാഭം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം അവരാരെങ്കിലും ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റാ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുവഴി നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോ കണ്ടതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പൊതുവേ നമ്മൾ റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമ്മീഷൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള ഗിഫ്റ്റ് കാർഡുകൾ. ഓക്കെ, അപ്പം നല്ല ഓഫറിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡുകൾ 4% ഓഫറിൽ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ബ്രാൻഡ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന സെക്ഷന് ഏകദേശം ഒരു 200ഓളം ബ്രാൻഡ് വൗച്ചേഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്ലിപ്കാർട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കും ഏകദേശം 4.2 സ്റ്റാർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 4.7 ക്രോർ പ്ലസ് റേറ്റിംഗ് ആണ് ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കാർഡുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്മീഷൻസ്, അതായത് 4% ഓഫറിൽ നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ ഇത് 200 രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 4% എന്ന് പറയുന്നത് 8 രൂപയാണ്. ഓക്കെ, 8 രൂപയാണ് ലഭിക്കുക. അത് ചെറിയൊരു എമൗണ്ടായി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെറിയൊരു പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി എടുത്താൽ കുഴപ്പമില്ല. കാരണം 8 രൂപയോളം ലാഭം കൈവരിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ 2,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 80 രൂപയാണ് ലഭിക്കുന്നത്. അത് 5,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 4% നോക്കുകയാണെങ്കിൽ 200 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.
ഓക്കെ, താഴത്തോട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഏകദേശം 10,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് 400 രൂപയാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ വാലറ്റിലുള്ള ബാലൻസ് പറഞ്ഞത് ഇപ്പം 53.58 രൂപയാണ്. അപ്പം 4% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് വോച്ചർ നമുക്ക് ലഭിക്കുന്നത്. അതായത് 9,600 രൂപ മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 10,000 രൂപ ഏകദേശം 4 മുമ്പ് ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ 9,600 രൂപ. പക്ഷേ നിങ്ങളിവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 10,000 രൂപ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. അപ്പോൾ 10,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങാൻ നിങ്ങളെ 10,000 രൂപ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ വാലറ്റിൽ ഉണ്ടാവേണ്ടതെന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ ഈ 10,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 400 രൂപ. അപ്പോൾ നിങ്ങളൊരു 30,000 രൂപയുടെ അല്ലെങ്കിൽ 50,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 30,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് 3 വട്ടം ഈ ഒരു 10,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 വട്ടം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 30,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഓരോ പർച്ചേസിനും, അതായത് ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും 400 രൂപ, ടോട്ടൽ 1,200 രൂപ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ 10,000 രൂപ ആഡ് ചെയ്യുക എന്നുള്ളതല്ലേ. അതിനായിട്ട് നിങ്ങൾ നേരെ ജസ്റ്റ് ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും, പ്ലസിൻ്റെ ഐക്കണ്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എത്രയാണ് എമൗണ്ട്, 10,000 ആണെങ്കിൽ ഇവിടെ 10,000 എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ടൊരു പേ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസും, അതായത് നിങ്ങളുടെ മൊബൈലിലെ എല്ലാ UPI ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് ഗൂഗിൾ പേയിലേക്ക് പോകുന്നതായിരിക്കും. ഗൂഗിൾ പേയിൽ പോയതിനു ശേഷം നിങ്ങളുടെ UPI പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഇതിലേക്ക് ആഡ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ആഡ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ, ആ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ അതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങളിതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 5,000 ഒക്കെ എൻ്റർ ചെയ്യുക. 5,000 എൻ്റർ ചെയ്ത് പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 2 വട്ടം ഈ 5,000 വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്ലിപ്കാർട്ട് എന്ന ഭാഗത്ത് വരിക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ 10,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് എടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് അപ്പോൾ നിങ്ങൾ നമ്മളുടെ വാലറ്റിലുള്ള ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 53.58 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ബാലൻസ് ആണ്. സോ നിങ്ങൾ 10,000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ബാലൻസിൽ ഒരു 10,000 ഇവിടെ കാണിക്കും. അത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സ്ലൈഡ് ടു പ്രൊസീഡ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ സ്ലൈഡ് ചെയ്യുന്നതിനോട് കൂടി നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ കാണാൻ സാധിക്കും. എന്നിട്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് എന്ന സെക്ഷനിലോട്ട് വരിക. ഇവിടെ വന്നതിന് ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും സേവ്ഡ് ക്രെഡിറ്റ്, ഡെബിറ്റ്, ഗിഫ്റ്റ് കാർഡ്സുകൾ. അത് നിങ്ങൾ ഗിഫ്റ്റ് കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് ആഡ് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആഡ് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗിഫ്റ്റ് കാർഡ് നമ്പറും അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡ് പിന്നും ഇത് രണ്ടും നിങ്ങൾ ആരിലേക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഇത് രണ്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഗിഫ്റ്റ് കാർഡ് നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു പിൻ ഉണ്ടാവും, അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വാലറ്റിലേക്ക് ഗിഫ്റ്റ് കാർഡിൻ്റെ വാലറ്റിലേക്ക് ആ 10,000 രൂപ ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ആഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു AC എടുത്ത് വെച്ചിട്ടുണ്ട്. AC നോക്കുകയാണെങ്കിൽ 40,790 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ബൈനോ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണോ നിങ്ങളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബൈനോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം പേയ്മെൻറ്റ് ചെയ്യുന്ന പേജിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആയിട്ട് ഹാവ് എ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് എന്ന് കാണാൻ സാധിക്കും. ആഡ് എന്നാണ്, അതായത് നമ്മളിതിൽ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. 0 രൂപ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ എമൗണ്ട് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഓപ്ഷൻസ് ഗിഫ്റ്റ് കാർഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പം ആ വഴി നിങ്ങൾ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 400 രൂപ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു വാലറ്റിലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആമസോണിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആമസോണിൽ നമുക്ക് കാണാൻ പറ്റും 450 രൂപയാണ് നമുക്ക് ഗിഫ്റ്റ് കാർഡിന് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആമസോൺ വഴി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 150 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് കൂടി കിട്ടുന്നതായിരിക്കും ആമസോൺ വഴി. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഏത് വഴിയാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിവാർഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഫ്ലിപ്കാർട്ടിന് 4%, ആമസോണിന് 4.5%, മൈൻട്രക്ക് 8.5%, സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാം. സൊമാറ്റോയിൽ നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. 5% ഉണ്ട്, സ്വിഗ്ഗിയിൽ 5% ഉണ്ട്, അതുപോലെ തന്നെ ഊബർ ഉണ്ട്. എല്ലാ ഏകദേശം ബ്രാൻഡുകളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും കൂടി എമൗണ്ട് കുറച്ചും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്യാഷ് കെറോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അതായത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാഷ് കെറോ എന്ന് പറഞ്ഞ ക്യാഷ് കെറോ എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലിട്ട്, അതായത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ എല്ലാം റീസെൻ്റ് എന്ന് ഒഴിവാക്കിയ ശേഷം ഈ ക്യാഷ് കെറോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് ഈ ഒരു ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കും സെക്ഷന് ഏൺ അപ് ടു 7 റിവാർഡ്സ്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഏൺ അപ് ടു 7 റിവാർഡ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുഴുവനായിട്ടുള്ള റിവ്യൂ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ റിവാർഡ്സും കാര്യങ്ങളും, എത്രത്തോളം പെർസെൻറ്റേജ് ആണ്, എത്രത്തോളം എമൗണ്ട് നമുക്ക് ലഭിക്കും, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മളെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏൺ അപ് ടു 7% റിവാർഡ്സ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലെ നമ്മളെ ഫ്ലിപ്കാർട്ടിലേക്കായിരിക്കും ഡയറക്റ്റ് ഓപ്പൺ ആയി വരുന്നത്. ജസ്റ്റ് റിവാർഡ്സ് ആക്ടിവേറ്റഡ് എന്ന് കാണാൻ പറ്റും. നേരെ ഫ്ലിപ്കാർട്ടിലോട്ട് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്ലിപ്കാർട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഹോം പേജ്. എന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണോ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ റിവാർഡ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ക്യാഷ് കെറോ എന്ന് വേറെ കിട്ടുന്നുണ്ട്, ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേറെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് എമൗണ്ട്സുകൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഡൗട്ട്സാണ്, ഇതിലാണല്ലോ നമുക്ക് 400 രൂപ ലഭിക്കുന്നത്, ഈ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പല ആളുകളുടെയും ഡൗട്ട്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. ഇതൊന്നും ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 1200 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുമല്ലോ. അതിൽ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് ബിൽ അടക്കാൻ പറ്റും, അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാസത്തിലെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബാങ്കിൽ നിന്ന് എമൗണ്ട് എടുത്ത് കൊടുത്തിട്ട് അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷനിൽ വരിക, ഇലക്ട്രിസിറ്റി എന്ന ഭാഗത്തേക്കിട്ട് വരിക. അതിനുശേഷം നമ്മൾ കേരള KSEB എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിങ്ങൾക്ക് ഇവിടെ വരും. നമ്മുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ എങ്ങനെയാണോ കറണ്ട് ബില്ല് അടക്കാറുള്ളത് അതുപോലെ നിങ്ങൾക്ക് അടക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ എമൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്, നിങ്ങൾ അയൽവാസികളുടെ കറണ്ട് ബില്ല് നിങ്ങൾ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് അവരുടെ നിന്ന് എമൗണ്ട് GPay ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും മൊബൈൽ റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുവഴി നിങ്ങൾ അവർക്ക് റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ എമൗണ്ട് നിങ്ങൾ ഗൂഗിൾ പേയിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാങ്ങിക്കുക. അപ്പോൾ ഇത്തിരി സിമ്പിളാണ്. എമൗണ്ട് എന്തായാലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മസ്റ്റായിട്ട് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓഫേഴ്സും ക്യാഷ് ബാക്കും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.